ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ആവേശത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമ്പൽ സമൃദ്ധിയുടെ, ഹാപ്പിനെസ്സിൻ്റെ ഒരു പുതിയ വർഷം ആശംസിക്കുകയാണ് 2024. സോ നമ്മൾ ന്യൂ ഇയറിനെ സമീപിക്കുന്നത് ഒരുപാട് സന്തോഷത്തോടെയാണ്. കേരള ഫുട്ബോൾ ആരാധകർക്ക്, പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാ അർത്ഥത്തിലും ഒരു അടിപൊളി ന്യൂ ഇയർ തന്നെയാണ് 2024. ബിക്കോസ് എന്താ പറയുക, ISL പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഈ 2023 അവസാനിപ്പിക്കുന്ന പുതിയ വർഷത്തിലേക്ക് പോകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്താണ്. വെറും 1-ാം സ്ഥാനത്തല്ല, 26 പോയിന്റുമായി 1-ാം സ്ഥാനത്താണ്. ഒരുപാട് മൈൽ സ്റ്റോൺസ് കൈവരിച്ചുകൊണ്ടാണ്, അച്ചീവ്മെന്റ്സ് കൈവരിച്ചുകൊണ്ടാണ് 1-ാം സ്ഥാനം. അതുകൊണ്ട് എടുത്തു പറയണം. അതുകൊണ്ടാണ് ന്യൂ ഇയർ ഏറ്റവും അടിപൊളിയാണ്. അതായത് ഏറ്റവും കൂടുതൽ എന്താ പറയുക വിജയങ്ങൾ, 8 വിജയങ്ങൾ നേടിയ ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. അതേപോലെ ഏറ്റവും അവസാനം കളിച്ച 3 മത്സരങ്ങൾ, ഈ ലീഗിൽ ഏറ്റവും അവസാനം കളിച്ച 3 മത്സരങ്ങൾ തുടർച്ചയായിട്ട് ജയിച്ച ടീം. അത് മാത്രമല്ല, തുടർച്ചയായി ക്ലീൻ ഷീറ്റോടെ ജയിച്ച ഏക ടീം. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ്. മാത്രമല്ല, ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കിയാൽ ദിമിത്രിയോസ് ഡയമന്തക്കോസ് 7 ഗോളുകളുമായി ലീഗിൽ ടോപ്പ് സ്കോറർ, ഗോൾഡൻ ബൂട്ട് റേസിൽ 1-ാം സ്ഥാനത്ത്. ഇപ്പോൾ റോയ് കൃഷ്ണൻ ഉണ്ടെങ്കിൽ പോലും ദിമിത്രിയോസിന്റെ ഗോൾഡൻ ബൂട്ട് റേസ് ശക്തി ആർജിക്കുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ചാൻസ് ഇപ്പോഴും ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ സ്വന്തം അഡ്രിയാൻ ലൂണയാണ്, 26 ചാൻസുകൾ. അതേപോലെ ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വൽ ഇന്റർസെപ്ഷൻസ് പ്രീതം കോട്ടാലാണ്, 26 ഇന്റർസെപ്ഷൻസ്. അങ്ങനെ ഒരുപാട് ഇൻഡിവിജ്വൽ മൈൽ സ്റ്റോൺസും കേരള ബ്ലാസ്റ്റേഴ്സിന് കരഗതമായ ഒരു പുതുവർഷമാണ് വരുന്നത്. എല്ലാ അർത്ഥത്തിലും ഒരു അടിപൊളി പുതുവർഷം തന്നെയാണ് കേരള ഫുട്ബോൾ പ്രേമികൾക്കും, ഓഫ് കോഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ്. സോ നമ്മുടെ ടീമിന്റെ മൈൽ സ്റ്റോൺസ് പറഞ്ഞു, പുതുവർഷത്തെ വരവേൽക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു പേഴ്സണൽ, ഈ പുതുവർഷം ശരിക്കും എനിക്കും വ്യക്തിപരമായി ഒരുപാട് സന്തോഷത്തിന്റെ ഒരു ന്യൂ ഇയർ ആണ്. വൈ? ബിക്കോസ് നമ്മുടെ ചാനൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. സോ അതിന്റെ സന്തോഷം കൂടി ഈ പുതുവർഷത്തിൽ ഞാൻ നിങ്ങളുടെ ഒപ്പം, എൻ്റെ ചാനൽ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇത് നമ്മുടെ ചാനൽ എന്ന് പറയാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളതും. നമ്മുടെ ചാനൽ 300K 3 lakh സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടു. അതിന്റെ സന്തോഷം കൂടി ഈ നേരത്തെ പറഞ്ഞ മൈൽ സ്റ്റോൺസിന്റെ കൂടെ ഒരു ഉറുമ്പിക്കാച്ചി ഒരു പേഴ്സണൽ മൈൽ സ്റ്റോണും കൂടെ നമ്മുടെ ചാനൽ അച്ചീവ് ചെയ്യുകയാണ്. അതിന്റെ സന്തോഷം കൂടെ ഈ പുതുവർഷത്തിൽ തീർച്ചയായും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇത്രയും നാൾ തീർച്ചയായും ഈ ചാനലിനെ ഇത്രയും വളർത്തിയതും ഇതിനെ നിലനിർത്തുന്നതും ഒക്കെ നിങ്ങളുടെ അൺവേവറിങ് സപ്പോർട്ടാണ്, നിങ്ങളുടെ ആത്മാർത്ഥമായ നിങ്ങളുടെ പിന്തുണയാണെന്ന് എനിക്ക് എല്ലാ അർത്ഥത്തിലും അറിയാം. ഞാനത് മനസ്സിലാക്കുന്നു. തുടർന്നും എൻ്റെ ചാനൽ, നമ്മുടെ ചാനലിന് ഈ സഹകരണം, നിങ്ങളുടെ സ്നേഹം, പിന്തുണ, സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി പുതുവർഷത്തിലും അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നേരത്തെ ടീമിന്റെ മൈൽ സ്റ്റോൺ പറഞ്ഞപ്പോൾ നമ്മുടെ ഇവാനാശാന്റെ മൈൽ സ്റ്റോൺ വിട്ടുപോയതല്ല, അത് തനിയെ ഒരുവൻ എന്ന് കേട്ടിട്ടില്ലേ? അത് തനിയെ പറയാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ISLലെ എല്ലാ ടീമുകൾക്കെതിരെയും ഇപ്പം ഏറ്റവും അവസാനം മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെതിരെ കൂടെ ജയിച്ചതോടെ ISLലെ എല്ലാ ടീമുകൾക്കെതിരെയും ഇവാൻ വുക്കമനോവിച്ച് വിജയം നേടിക്കഴിഞ്ഞു. മാത്രവുമല്ല, ദിമിത്രിയോസ് ഡയമന്തക്കോസ് ISLലെ എല്ലാ ടീമുകൾക്കെതിരെയും ഗോളും അടിച്ചു കഴിഞ്ഞു. സോ ഇതൊക്കെ തീർച്ചയായും പുതുവർഷത്തിലേക്ക് പോകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മൈൽ സ്റ്റോണിന്റെ വലിയ ലിസ്റ്റിൽ ചേർത്ത് വെക്കാൻ കഴിയുന്ന സുന്ദരമായ, മധുരതരമായ ഓരോ കുഞ്ഞു മുഹൂർത്തങ്ങളാണ്. അപ്പം നമ്മൾ നേരത്തെ തന്നെ എൻ്റെ പ്രീ മാച്ച് വീഡിയോസ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഈ ഡിസംബർ മാസത്തെ തുടക്ക വീഡിയോകളിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഡിസംബർ മാസം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കടുപ്പമേറിയ ഒരു 2023 ഇയർ എൻഡ് മന്ത് ആയിരിക്കും. അത് വൈ? ബിക്കോസ് ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആയ ടീമുകൾക്കെതിരെയാണ് നമ്മുടെ കളി. കാരണം ഡിസംബറിൽ നമ്മൾ കളിച്ചു തുടങ്ങിയത് ഗോവയ്ക്കെതിരെയാണ്. ഡിസംബറിൽ തന്നെ മുംബൈ സിറ്റിക്കെതിരെ കളിച്ചു, മോഹൻ ബഗാനെതിരെ കളിച്ചു. സോ നമ്മളുടെ ഒപ്പം ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആയ ടീമുകൾക്കെതിരെ കളിക്കുന്നു എന്നതിനാൽ ഡിസംബർ മാസം വളരെ ബുദ്ധിമുട്ടേറിയ, വളരെ ടഫായ ഒരു മന്ത് ആയിരിക്കും എന്ന് സൂചിപ്പിച്ചു. അത് വളരെ കൃത്യമായി വന്നു ഭവിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ കളിക്കളത്തിൽ കൃത്യമായി അങ്ങനെ തന്നെ സംഭവിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഡിസംബറിലെ ഫസ്റ്റ് മാച്ച്, എവേ മാച്ച്, ശരിക്കും നമ്മൾ ഗോവയിൽ പോയി 1 ഗോളിന് തോറ്റു എന്ന് സത്യമാണ്. പക്ഷേ പിന്നീട് മുംബൈ സിറ്റിക്കെതിരെ കൊച്ചിയിൽ 2-0 വിജയം, ഒടുവിൽ മോഹൻ ബഗാനെതിരെ കൊൽക്കത്തയിൽ വീണ്ടും ഒരു മിന്നുന്ന വിജയം. സോ ഈ 2 വിജയങ്ങൾ നമ്മളുടെ ഒപ്പം ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആയ 2 ടീമുകളെ ഇയർ എൻഡിൽ തോൽപ്പിച്ച് ന്യൂ ഇയറിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമും ആരാധകരും മാനേജ്മെന്റും കിരീടത്തിനൊപ്പം ഇപ്പോൾ ലീഗ് ഷീൽഡ് വിന്നർ, ആ ലീഗ് ഷീൽഡും സ്വപ്നം കണ്ട് തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായും ആ സ്വപ്നം പൂവണിയട്ടെ എന്നാഗ്രഹിക്കാം. കാരണം ബ്ലാസ്റ്റേഴ്സിന് ഡിസേർവിംഗ് ആണ്. ഈ ഡ്രീം
ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായും ഈ ഡ്രീം കാണാവുന്നതാണ്, ഡിസേർവിംഗ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ ആവർത്തിക്കുന്നു, ആ സ്വപ്നം പൂവണിയട്ടെ പുതുവർഷത്തിൽ. ISL ഇനി ഒരു വലിയ ബ്രേക്കിന് ശേഷമാണ് പുനരാരംഭിക്കുക. ISLന്റെ ഫേസ് 4ന്റെ ഷെഡ്യൂള് ഇതേവരെ പുറത്ത് വന്നിട്ടില്ല, വരാൻ പോണേ ഉള്ളൂ. ഇനി ISLന്റെ ഈ ബിഗ് ബ്രേക്ക് കഴിഞ്ഞ് പുനരാരംഭിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ശേഷിക്കുന്നത് ലീഗിൽ ഇനി 10 മത്സരങ്ങളാണ്. അത് നമ്മൾ വളരെ ക്രൂഷ്യലായി, നിർണായകമായി, ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട 10 മത്സരങ്ങളാണ്. വൈ? ബിക്കോസ് ആ 10ൽ 6 മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എവേ മാച്ചസ് കളിക്കണം. 4 മാച്ച് മാത്രമാണ് അതിൽ ഹോം മാച്ചസ് ഉണ്ടാവുക. ആ 4 ഹോം മാച്ചസിൽ നമ്മൾ പഞ്ചാബിനെതിരെ കളിക്കും, നമ്മൾ മോഹൻ ബഗാനെതിരെ, ഈസ്റ്റ് ബംഗാളിനെതിരെ ആൻഡ് ഗോവയ്ക്കെതിരെ. അപ്പോൾ മോഹൻ ബഗാനും ഗോവയും 2 ടഫ് ടീംസ് എഗെയിൻ ഹോം മാച്ചിന് വരുന്നുണ്ട് എന്ന കാര്യമാണ് അതിൽ പ്രസക്തം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള അവസാന ഫേസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഹോം മാച്ചസ് കുറവാണ്, എവേയാണ് കൂടുതൽ എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പോൾ ISL ഒരു ബിഗ് ബ്രേക്കിലേക്ക് പോവുകയാണെങ്കിലും ISL ഇനി പുനരാരംഭിക്കാൻ ചുരുങ്ങിയത് 1 മാസം എടുക്കും. പക്ഷെ ഇന്ത്യൻ ഫുട്ബോളിലെ ആവേശമൊന്നും അണയുന്നില്ല, നിലയ്ക്കുന്നില്ല. ആവേശത്തിന്റെ പന്ത് ഉരുണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ മാസം ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സുവർണ മാസമാണ്. AFC ഏഷ്യൻ കപ്പിന്റെ ഫൈനൽ റൗണ്ടിൽ ഇന്ത്യ വീണ്ടും ക്വാളിഫൈ ചെയ്ത് കയറിയ ഇന്ത്യ വീണ്ടും AFC ഏഷ്യൻ കപ്പിന്റെ ഫൈനൽ റൗണ്ട് കളിക്കുന്നു ഖത്തറിൽ. ഗ്രൂപ്പ് ബിയിൽ ഇന്ത്യ, ഓസ്ട്രേലിയ, ഉസ്ബെക്കിസ്ഥാൻ, സിറിയ ടീമുകൾക്കെതിരെയാണ് കളിക്കുന്നത്. സ്വാഭാവികമായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ കാരണം ഇന്ത്യൻ ടീമിൽ, ഏഷ്യൻ കപ്പ് കളിക്കുന്ന ഇന്ത്യൻ ടീമിൽ 3 കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണ് ഉണ്ടാവുക. സെലക്ഷൻ നേടിയിട്ടുള്ളത് ഇഷാൻ പണ്ഡിത, രാഹുൽ KP ആൻഡ് പ്രീതം കൊട്ടാൽ. സോ എല്ലാം കൊണ്ടും തീർച്ചയായും സന്തോഷത്തിന്റെ, ആവേശത്തിന്റെ ഫുട്ബോൾ മന്ത് തന്നെയാണ് ISL ഇല്ലെങ്കിലും ഫുട്ബോൾ പ്രേമികൾക്ക് വരാനിരിക്കുന്നത്. ഒപ്പം കലിംഗ സൂപ്പർ കപ്പിന്റെ മാസം കൂടിയാണ് ജനുവരി. കലിംഗ സൂപ്പർ കപ്പിലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴത്തെ ഫോം അനുസരിച്ച് കലിംഗ സൂപ്പർ കപ്പിലും ഒരു സൂപ്പർ പെർഫോമൻസ് നടത്തും എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. സോ സൂപ്പർ കപ്പിനെ കുറിച്ചും ഏഷ്യൻ കപ്പിനെ കുറിച്ചുമുള്ള വിശദമായ വീഡിയോകൾ പിന്നാലെ വരുന്നു. സോ പുതിയ വർഷം, പുതിയ മാസം, ജനുവരി മീൻസ് പുതുമകളുടെ മാസമാണ്. ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ വൈഡ് ഓപ്പൺ ആവാൻ പോവുകയാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലൂണയ്ക്ക് പകരക്കാരൻ വരുമോ, ആണെങ്കിൽ ആര്, അല്ലെങ്കിൽ ഇല്ലയോ, വരില്ലേ? മാത്രമല്ല ഡൊമസ്റ്റിക് സൈനിങ്സ് ഉണ്ടാകാം കേരള ബ്ലാസ്റ്റേഴ്സിന്. അപ്പോൾ ഇതെല്ലാം പുതിയ വർഷം നമുക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്ന പുതുമകൾ എന്തൊക്കെയാണ്? വാട്ട് വിൽ ബി ദ ബിഗ് ന്യൂസ് ഫ്രം ദ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ്? നമ്മൾ കാത്തിരിക്കുന്നു. ISL പുനരാരംഭിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ചാനൽ നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്, 1ാം സ്ഥാനത്താണ്. ഫസ്റ്റ് ഹാഫ് കലക്കി, ഇനി സെക്കൻഡ് ഹാഫും കൂടെ കലക്കണമെങ്കിൽ അതേപോലെ ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണോ ഉഷാറാക്കിയത് അതേപോലെ സെക്കൻഡ് ഹാഫും കൂടെ കസറിയാലേ ക്ലൈമാക്സ് അടിപൊളിയാവുള്ളൂ. സോ അടിപൊളി ക്ലൈമാക്സ് ആണ് നമുക്ക് വേണ്ടത്. സോ കസറട്ടെ സെക്കൻഡ് ഹാഫും നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ദിസ് ഇസ് ഷൈജു ദാമോദരൻ സൈനിങ് ഓഫ്. ഒരിക്കൽ കൂടി എൻ്റെ ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സര ആശംസകൾ.